my dear students, welcome back to the new session of Python programming. In the previous session, we have discussed about Python functions. Today, we are going to start our fourth module. This module mainly focusing different data types and its operations such as strings, list, tuple, set and dictionary. Let us start with the simple data type string. What is strings? Strings are amongst the most popular types in Python. A consecutive sequence of characters which are enclosed or surrounded by a single or double quotes is known as string. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു സിംഗിൾ കോട്ട്സിലോ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിലോ നമുക്ക് എൻക്ലോസ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. പൈത്തണിൽ സിംഗിൾ കോട്ട്സ് ആണെങ്കിലും ഡബിൾ കോട്ട്സ് ആണെങ്കിലും ഒരേ മീനിങ് ആണുള്ളത്. അതുപോലെ തന്നെ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ എൻക്ലോസ് ചെയ്തിട്ട് നമുക്ക് ക്യാരക്ടേഴ്സോ ലെറ്റേഴ്സോ നമ്പേഴ്സോ സ്പെഷ്യൽ സിമ്പിൾസോ എന്ത് വേണമെങ്കിലും നമുക്ക് സ്ട്രിങ്സ് ആയിട്ട് ഉപയോഗിക്കാം. Okay, this sequence of characters may include a letter, a number, a special characters or a backslash. Python treats single quotes the same as double quotes. Sometimes triple quotes can be used in Python, but they are generally used to represent multi-line strings or doc strings. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ സിംഗിൾ കോട്ട്സും ഡബിൾ കോട്ട്സും യൂസ് ചെയ്യുന്ന പോലെ തന്നെ സ്ട്രിങ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ട്രിപ്പിൾ കോട്ട്സും യൂസ് ചെയ്യാം. ഈ ട്രിപ്പിൾ കോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിംഗിൾ ലൈൻ സ്ട്രിങ്ങിനല്ല മൾട്ടി ലൈൻ സ്ട്രിങ്സിലാണ്. ദാറ്റ് ഈസ് ഒന്നിലധികം ലൈനിൽ നമ്മൾ എഴുതുന്ന സ്ട്രിങ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഡോഗ് സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്തിരുന്നു. ഡോഗ് സ്ട്രിങ് നിങ്ങൾ ഓൾറെഡി ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ അവിടെ കണ്ടിരുന്നു. ഒരു ഫംഗ്ഷന്റെ എന്താണ് പർപ്പസ്, ഫംഗ്ഷൻ ഒരു ഹെഡർ പോലെ എന്താണ് അതിന്റെ ഫംഗ്ഷൻസ് എന്നുള്ള ഒരു കമന്റ് പോലെ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോഗ് സ്ട്രിങ്. ഡോഗ് സ്ട്രിങ് എഴുതുമ്പോഴും നമ്മൾ ട്രിപ്പിൾ കോട്ട്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. Okay, an empty string is a string that has zero character. That is ഒരു സ്ട്രിങ് അതിൽ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറും ഇല്ല, സീറോ ക്യാരക്ടർ ഉള്ള സ്ട്രിങ്സും നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്, which is known as empty string. Strings are immutable, which means that the contents of strings cannot be changed after it is created. That is നമ്മൾ mutable immutable എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓരോ ഡാറ്റ ടൈപ്പും മ്യൂട്ടബിൾ ആണോ ഇമ്മ്യൂട്ടബിൾ ആണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ട്രിങ്സ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. ദാറ്റ് ഈസ് ആ സ്ട്രിങ്സിലെ കണ്ടന്റ് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇൻ Python, a string is a sequence of Unicode characters. നമ്മൾ പറഞ്ഞു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. പൈത്തണിൽ ഈ ഓരോ ക്യാരക്ടേഴ്സും യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് ആണ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള എൻകോഡിംഗ് സ്കീമാണ്. There are lot of encoding schemes available. അതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻകോഡിംഗ് സ്കീമാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എൻകോഡിംഗ് സ്കീമാണ് യൂണിക്കോഡ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ആ യൂണിക്കോഡ് ക്യാരക്ടർ സെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഹൗ ടു ക്രിയേറ്റ് സ്ട്രിങ്സ് ഇൻ പൈത്തൺ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. ക്രിയേറ്റിംഗ് സ്ട്രിങ് ഈസ് ആസ് സിമ്പിൾ ആസ് അസൈനിങ് എ വാല്യൂ ടു എ വാരിയബിൾ. ദാറ്റ് ഈസ് നമ്മളൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വാരിയബിളിക്ക് നമ്മളൊരു വാല്യൂവിനെ അസൈൻ ചെയ്യുമ്പോഴാണ് അതൊരു സ്ട്രിങ് ആയി മാറുന്നത്. ഏതൊരു ഡാറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞു ഒരു വാരിയബിളിക്ക് വാല്യൂവിനെ അസൈൻ ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ആ വാരിയബിൾ ആ ഡാറ്റ ടൈപ്പ് ആവുന്നത്. അതുപോലെ തന്നെ ഒരു വാരിയബിളിക്ക് നമ്മൾ സ്ട്രിങ് വാല്യൂവിനെ അസൈൻ ചെയ്യുമ്പോൾ ആ വാരിയബിൾ സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ഉള്ളതാവും. സ്ട്രിങ് വാല്യൂവിനെ അസൈൻ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ സിംഗിൾ കോട്ട്സിലോ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിലോ നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. ഇത് രണ്ട് ചെയ്യുന്നതും ഒരേ മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വാരിയബിൾ var 1 എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആവും. അതുപോലെ var 2 എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആവും. അതിലുള്ള വാല്യൂ ആണ് പൈത്തൺ പ്രോഗ്രാം. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ടെക്സ്റ്റ് ക്യാൻ ബി എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ ഓർ ഡബിൾ കോട്ട്സ്. രണ്ടായാലും which represents a string. Python does not support a character type. നിങ്ങൾ സിയിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സ്ട്രിങ് പഠിക്കുന്നതിന് മുമ്പ് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്യുന്നത് ക്യാരക്ടർ ടൈപ്പും ഡബിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്യുന്നത് സ്ട്രിംഗ് ടൈപ്പും ആയിരുന്നു സിയിൽ. പക്ഷേ പൈത്തണിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. ഇവിടെ നമുക്ക് സിംഗിൾ കോട്ട്സിൽ നമ്മൾ ഓരോ സിംഗിൾ ക്യാരക്ടർ എഴുതിയാലും അതെല്ലാം സ്ട്രിങ്സ് തന്നെയാണ്, വിച്ച് ഈസ് ഓഫ് ലെങ്ത് 1. Okay, that is Python does not support a character type. These are treated as strings of length 1, thus also considered as a substring. That is നമ്മൾ സിംഗിൾ കോട്ട്സിൽ എ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൽ എൻ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ വിച്ച് ഈസ് നോട്ട് ക്യാരക്ടർ. ദാറ്റ് ഈസ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് നമുക്ക് പൈത്തണിൽ ഇല്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ കോട്ട്സിൽ നമ്മൾ ഓരോ
ക്യാരക്ടർ എഴുതിയാലും വിച്ച് ഈസ് ഓഫ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്, അതൊക്കെ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്. ഇതെല്ലാം സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണ്. ലെങ്ത് 1 ഉള്ള സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് പൈത്തണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, then empty string നമ്മൾ ഓൾറെഡി പഠിച്ചു. empty string is a string without any characters inside having length 0 ലെങ്ത് ഉള്ള സ്ട്രിങ്സിനെയാണ് empty string എന്ന് പറയുക. അതിൽ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറും ഇല്ല. നമ്മൾ ഇങ്ങനെയാണ് ഡബിൾ കോട്ട്സിൽ ബ്ലാങ്ക് ആക്കിയിട്ട് ഇടാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൽ ബ്ലാങ്ക് ആക്കി ഇടാം. ഇങ്ങനെയാണ് ഒരു empty string ക്രിയേറ്റ് ചെയ്യുക. ദെൻ അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ empty space. ദാറ്റ് ഈസ് ഒരു ജസ്റ്റ് ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് അവിടെ പ്രിന്റ് ചെയ്ത് വരിക. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് കിട്ടുന്നു. അതുപോലെ ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഒരു empty string എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ലെങ്ത് 0 ആയിട്ടുള്ള സ്ട്രിങ്ങിനെയാണ് empty string എന്ന് പറയുന്നത്. ഓക്കെ, ഇനി if a command is long, then it can be shifted to the next line by typing slash, but shows the result in the same line. നമുക്കൊരു വലിയ കമാൻഡ് ആണ് നമുക്കൊരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്യാനുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വലിയ കമാൻഡ് ആണ്, ഒരൊറ്റ ലൈനിൽ കൊള്ളുന്നില്ല എന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹായ് അനി ഗുഡ് മോർണിംഗ് ആണ്, ഇത് ഒരൊറ്റ സ്ട്രിങ് ആണ്. പക്ഷെ അത് നമ്മളൊരു സ്ലാഷ് ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ എ എന്ന് പറഞ്ഞ ഒരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്തു, ദെൻ പ്രിന്റ് എ എന്ന് പറഞ്ഞിട്ട് ആ എനെ നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഹായ് അനി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ലൈൻ ആയിട്ടാണ് ഇത് കിട്ടുന്നത്. ഈ സ്ലാഷിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അത് ജസ്റ്റ് ഒരു സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ അവിടെ സ്ലാഷ് ഇട്ട് കൊടുക്കുന്നെങ്കിലും നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടുമ്പോൾ ഒരൊറ്റ സ്ട്രിങ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാൻ, അതായത് എൻ്റർ അടിച്ച് നമുക്ക് ന്യൂ ലൈനിൽ വരാനൊക്കെ ആയിട്ട് നിങ്ങൾ സിയിൽ കണ്ടിട്ടുണ്ടാവും എസ്കേപ്പ് ക്യാരക്ടേഴ്സ്. അതുപോലെ നമുക്ക് പൈത്തണിലും ഈ എസ്കേപ്പ് സീക്വൻസ് ഉണ്ട്. അതിൽ 1-2 എസ്കേപ്പ് സീക്വൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇത് കൂടാതെ ബാക്കിയുള്ള എസ്കേപ്പ് സീക്വൻസ് നമ്മൾ പതിയെ പറയും. ഓക്കെ, if you wish to display the output on next line, then use the escape sequence /n. ന്യൂ ലൈനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എസ്കേപ്പ് സീക്വൻസ് ആണ് /n. അപ്പോൾ നമുക്ക് ഒരു ഔട്ട്പുട്ട് 2 ലൈനിലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ വി യൂസ് ദ എസ്കേപ്പ് സീക്വൻസ് /n. ദാറ്റ് ഈസ് ഇങ്ങനെ കൊടുക്കുക, ഹായ് അനി /n ഗുഡ് മോർണിംഗ്, എന്നിട്ട് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ വി ഗോട്ട് ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് 2 ലൈനായിട്ട് ഈ /n ശേഷമുള്ളത് ന്യൂ ലൈനിൽ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അതുപോലെ വരുന്ന വേറൊരു എസ്കേപ്പ് സീക്വൻസ് ആണ് /t. ടാബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ /t കൊടുക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാണ്, നെയിം /t ക്ലാസ് /t സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ പ്രിന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ /t എന്ന് പറയുന്നത് ടാബ്, ദാറ്റ് ഈസ് അവിടെ സ്പേസ് വന്നിട്ട് നെയിം സ്പേസ് ക്ലാസ് സ്പേസ് സബ്ജക്ട്, ദാറ്റ് ഈസ് ഒരു ടാബ് സ്പേസ് അവിടെ വന്നിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇതൊക്കെ ചില എസ്കേപ്പ് സീക്വൻസുകളാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ഔട്ട്പുട്ടിനെ മോഡിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എസ്കേപ്പ് സീക്വൻസ് ആണ്. ഇതുപോലെ നമുക്ക് ഔട്ട്പുട്ട് ഫോർമാറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഭംഗി വരുത്താൻ ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടി എസ്കേപ്പ് സീക്വൻസ് ഉണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, സോ നമുക്കൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് എസ്കേപ്പ് സീക്വൻസുകൾ, സ്ട്രിങ്ങിൻ്റെ ഔട്ട്പുട്ട് കുറച്ചും കൂടി ഭംഗിയാക്കുന്ന രീതിയിൽ എസ്കേപ്പ് സീക്വൻസുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ മൾട്ടി ലൈൻ സ്ട്രിങ് നമ്മൾ പറഞ്ഞു, ഒന്നിലധികം ലൈൻസിൽ വരുന്ന സ്ട്രിങ്ങിനെയാണ് മൾട്ടി ലൈൻ സ്ട്രിങ്സ് എന്ന് പറയാം. മൾട്ടി ലൈൻ സ്ട്രിങ്സ് ആർ റെപ്രസെന്റഡ് യൂസിങ് ട്രിപ്പിൾ കോട്ട്സ് ഓർ ഈവൻ സിംഗിൾ ഓർ ഡബിൾ കോട്ട്സ്. ഓക്കെ, ട്രിപ്പിൾ കോട്ട്സിലാണ് മെയിൻ ആയിട്ട് മൾട്ടി ലൈൻ സ്ട്രിങ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടി ലൈൻ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ലൈനിൽ വരുന്ന ഒരു സ്ട്രിങ് ആണ്. സോ സിംഗിൾ ട്രിപ്പിൾ കോട്ട്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ലൈനിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അതുപോലെ ഇവിടെ വേറൊരു മൾട്ടി ലൈൻ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡബിൾ ആയിട്ടുള്ള ട്രിപ്പിൾ കോട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുമ്പോഴും നമുക്ക് സെയിം ഇഫക്റ്റിൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈനിൽ തന്നെ ഈ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മൾട്ടി ലൈൻ സ്ട്രിങ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള നോർമൽ സിംഗിൾ ലൈൻ കേസിൽ സിംഗിൾ ലൈൻ സ്ട്രിങ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എയ്തർ യു ഹാവ് ടു യൂസ് സിംഗിൾ കോട്ട് ഓർ ഡബിൾ കോട്ട്. ഓക്കെ, then how to access characters in a string, that is നമ്മളൊരു string ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നാണ് പറയുന്നത്. we can access individual characters using indexing and range of characters using slicing. that is നമുക്ക് ഒരു സ്ട്രിങ്ങിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ 1 by 1 ആയിട്ട് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇൻഡെക്സിങ്. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സബ്സ്ട്രിങ്ങിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്ലൈസിങ്. ഓക്കെ,
In Python, individual characters of a string can be accessed using the method of indexing. That is, ഒരു stringല് individual characters ഒരൊറ്റ character ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0. നമുക്കറിയാം, നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. ഒരു പൈത്തണിൽ ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻഡെക്സ് നോർമലി ലെഫ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം 0. ദെൻ 0, 1, 2 അങ്ങനെയാണ് പോവുക. Python allows negative indexing for its sequence. Python ഒരു പ്രത്യേകതയാണ് പോസിറ്റീവ് ഇൻഡെക്സിംഗ് മാത്രമല്ല, ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഇൻഡെക്സിംഗ് മാത്രമല്ല, റൈറ്റ് സൈഡിൽ നിന്നുള്ള നെഗറ്റീവ് ഇൻഡെക്സിംഗും പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് -1 refers to the last item, -2 to the second last item and so on. ദാറ്റ് ഈസ് ഇവിടെ 0, 1, 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഡെക്സ് ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്നും നമുക്ക് -1, -2, -3 ഇങ്ങനെ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പൈത്തണിൽ ഇൻഡെക്സിംഗിൽ നെഗറ്റീവ് ഇൻഡെക്സിംഗും പോസിറ്റീവ് ഇൻഡെക്സിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻഡെക്സ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് വാല്യൂസ് എല്ലാം നമുക്ക് എത്രയാണോ ആ സ്ട്രിങ്ങിന്റെ റേഞ്ചിന് അനുസരിച്ചിട്ടേ നമുക്ക് ഇൻഡെക്സ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ 5 വരെയാണ് സ്ട്രിങ്ങിന്റെ സൈസ് ഉള്ളൂവെങ്കിൽ നമുക്ക് 5-ന് അപ്പുറം 6ഓ 7ഓ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റേഞ്ച് കഴിഞ്ഞിട്ട് ഔട്ട് ഓഫ് റേഞ്ച് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ജനറേറ്റ് ആൻ എറർ, ഇൻഡെക്സ് എറർ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇൻഡെക്സിന്റെ പ്രത്യേകത, ഇന്റിജേഴ്സ് ആർ ഓൺലി അലൗഡ് ടു ബി പാസ്ഡ് ആസ് ആൻ ഇൻഡെക്സ്. ഫ്ലോട്ട് ഓർ അതർ ടൈപ്സ് വിൽ not accept. That is, ഇൻഡെക്സ് ആയിട്ട് നമ്മൾ എപ്പോഴും പാസ് ചെയ്യുന്നത് ഇന്റിജർ നമ്പേഴ്സ് ആയിരിക്കണം. അല്ലാതെ 1.2 എന്ന് പറയുന്ന ഫ്ലോട്ട് നമ്പേഴ്സോ അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പോ ഒന്നും ഇൻഡെക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ വേറൊരു ഡാറ്റ ടൈപ്പ് ആയിട്ട്, അതായത് ഇന്റിജർ അല്ലാത്ത വേറെ ഫ്ലോട്ടോ മറ്റോ ഡാറ്റ ടൈപ്പ് നമ്മൾ ഇൻഡെക്സിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എറർ ജനറേറ്റ് ചെയ്യും, വിച്ച് ഈസ് നോൺ ആസ് ടൈപ്പ് എറർ. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ ഒരു ഇൻഡെക്സ് വരുന്നത്. ഒരു സ്ട്രിങ് അതിന് പോസിറ്റീവ് ഇൻഡെക്സ് ആയിട്ടും നെഗറ്റീവ് ഇൻഡെക്സ് ആയിട്ടും നമുക്ക് ഓരോ ക്യാരക്ടറിനെയും ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ക്വയർ ബ്രാക്കറ്റ്. ഹിയർ ഈച്ച് എലമെന്റ് ഓർ ക്യാരക്ടർ ഓഫ് എ സ്ട്രിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻഡെക്സ് ആൻഡ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഇറ്റ്സ് ഇൻഡെക്സ് വാല്യൂ. ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്താൽ അതിൽ ഓരോ ക്യാരക്ടറിനും ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് ഉണ്ടാവും. ആ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് ആ ക്യാരക്ടറിനെ നമ്മൾ ആക്സസ് ചെയ്യുക. ടു ആക്സസ് any subscript of a string we use the square brackets along with the index. ഇതെന്ന് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ആ ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് വാല്യൂ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. നമ്മൾ അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്തത്, നിങ്ങൾ സിയിൽ യൂസ് ചെയ്തതാണ്, അതേ ഒരു സാമ്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മളിത് ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മളൊരു സ്ട്രിംഗ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, var1 = hello world. ഇനി ഇതിന്ന് ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്ന് ആക്സസ് ചെയ്യാണ്. var1 of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്, അപ്പോൾ സോ h കിട്ടും. ഓക്കെ, ദെൻ var1 of 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3, 4 ദാറ്റ് ഈസ് o എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും. ദെൻ നെക്സ്റ്റ് പ്രിന്റ് ഓഫ് var1 of -8 ആണ്. -8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് -1 എന്നാണ്. മൈനസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ d -1, -2, -3, -4, -5, -6, -7, -8. സോ എല്ലാ ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ var of -6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് വരുന്ന സമയത്ത് ഈ സ്പേസ് ആണ്. സോ സ്പേസ് ആണ് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ദെൻ അതുപോലെ -5 എന്ന് പറയുന്നത് w. ഇങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടും നെഗറ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടും നമുക്ക് ഒരു സ്ട്രിംഗ് വേരിയബിളിലെ ഓരോ ക്യാരക്ടറിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ സ്ട്രിംഗ് സ്ലൈസിങ്. നമ്മൾ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സിങ് പഠിച്ചു. ഓരോ ക്യാരക്ടറായിട്ട് ആക്സസ് ചെയ്യാനാണ് നമ്മൾ സ്ട്രിംഗ് ഇൻഡെക്സിങ് യൂസ് ചെയ്യണത്. മൾട്ടിപ്പിൾ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ, ഒരു റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് നമുക്കൊരു സബ് സ്ട്രിങ്ങോ ആയിട്ടോ മറ്റോ സെലക്ട് ചെയ്യാനാണ് നമ്മൾ സ്ട്രിംഗ് സ്ലൈസിങ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, സബ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിന്റെ കുഞ്ഞൊരു പാർട്ടിനെയാണ് സബ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. To access a range of characters in the string, method of slicing is used. Slicing in a string is done by using slicing operator. That is colon ആണ് നമ്മുടെ slicing operator ആയിട്ട് വരുന്നത്. ഇവിടുത്തെ കേസിൽ specify the start index and end index. Start index ഉം പറയും end index ഉം പറയും, which is separated by colon to return a part of the string. സ്ട്രിങ്ങിന്റെ ഒരു ഭാഗം കിട്ടാനായിട്ട് ഏതാണോ സ്റ്റാർട്ട് ഇൻഡെക്സ് അതുപോലെ ഏതാണോ എൻഡ് ഇൻഡെക്സ് എന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് കോളത്തിന്റെ അപ്പുറത്തുമായിട്ട്. ഫോർ എക്സാമ്പിൾ, ഹലോ വേൾഡ് എന്നാണ് നമ്മുടെ ഒരു സ്ട്രിങ്, ബി എന്ന് പറയുന്ന സ്ട്രിങ്. ഇങ്ങനെയാണ് കൊടുക്കുക, b of 2:5.
2:5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഇൻഡെക്സും 5 എന്ന് പറയുന്നത് എൻഡ് ഇൻഡെക്സും ആണ്. അപ്പോൾ സ്റ്റാർട്ട് ഇൻഡെക്സിന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ഇൻഡെക്സിന് തൊട്ട് മുന്നത്തെ വാല്യൂ ക്യാരക്ടർ വരെയാണ് പ്രിന്റ് ചെയ്ത് വരിക. ഈ എൻഡ് ഇൻഡെക്സിന്റെ അവിടെ കൊടുത്തിട്ടുള്ള ഈ ഇൻഡെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടില്ല, അതിന് തൊട്ട് മുന്നത്തെ വരെയുള്ളതേ കിട്ടുള്ളൂ. സോ 2 ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. 2 എന്ന് പറഞ്ഞാൽ ഇതിൽ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ 0, 1, 2 L മുതൽ തുടങ്ങും. ദെൻ 2 മുതൽ 2, 3, 4 വരെ കിട്ടുള്ളൂ, 5 കിട്ടില്ല. ദാറ്റ് ഈസ് 2, 3, 4 കാരണം 5 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 - 1 4 വരെ കിട്ടുള്ളൂ. സോ LLO ഇതാണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, വേറെ എക്സാമ്പിൾ ആയിട്ട് B of 1:3. സോ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് 0, 1. 1 മുതൽ 2, 3 ആണ്. സോ 3 വരില്ല. സോ 1, 2 രണ്ടെണ്ണേ വരുള്ളൂ. അപ്പോൾ EL എന്നുള്ളത് ഔട്ട്പുട്ട് കിട്ടും. That is string slicing. ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഒരു സ്ട്രിംഗ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ട്രിംഗ് സ്ലൈസിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ ഇൻഡെക്സിങ് വഴി ഓരോ സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിനെ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞു. അതുകൂടാതെ വി ക്യാൻ ഓൾസോ യൂസ് ഫോർ ലൂപ്പ് ഫോർ ഐട്രേറ്റിംഗ് ത്രൂ ദ സ്ട്രിംഗ്. ഐട്രേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിലുള്ള ഓരോ എലമെൻറ്റിൽ കൂടി മൂവ് ചെയ്യുന്നതിനെയാണ് ഐട്രേറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സ്ട്രിങ്ങിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതിൽ ഓരോ ക്യാരക്ടേഴ്സിൽ കൂടി നമ്മൾ മൂവ് ചെയ്ത് പോകുന്നതിനെയാണ് ഐട്രേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ഐട്രേഷൻ പെർഫോം ചെയ്യാം. ഈച്ച് ക്യാരക്ടർ ഓഫ് സ്ട്രിംഗ് ക്യാൻ be accessed sequentially using for loop. ഇവിടെ നമ്മൾ ഓൾറെഡി ഫോർ ലൂപ്പ് പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തു കമ്പ്യൂട്ടർ സയൻസ്. ഇനി ആ സ്ട്രിങ്ങിനെ നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് എങ്ങനെ ആക്സസ് ചെയ്യാം? ഫോറിന്റെ സിൻടാക്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഫോർ I in str print of I. അപ്പോൾ ആദ്യം അതിന്റെ വാല്യൂ 0 ആവും. 0 ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം str എന്നുള്ള ആ ഒരു സ്ട്രിങ് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. സോ ആദ്യം അതിന്റെ വാല്യൂ 0 വരും. അപ്പോൾ പ്രിന്റ് ഓഫ് 0 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ C വരും. ദെൻ അടുത്തത് O വരും. അങ്ങനെ ഓരോരോ ക്യാരക്ടറായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് സ്ട്രിങ്ങിനെ ഐട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സ്ട്രിങ്ങിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഐട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിന്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ പഠിച്ചത്. So I am going to wind up today's session. Next session le string inde baakiyulla methods um adupole operations okke nammal padikkum. Thank you.